നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർത്തിയ ലഹരി പരാതി ഒത്തുതീർപ്പിലേക്ക്. സംഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചതോടെയും വിൻസി തനിക്ക് പരാതിയില്ലെന്ന് അറിയിച്ചതോടെയുമാണ് പരാതി ഒത്തുതീർപ്പായത്. സിനിമയുടെ IC കമ്മിറ്റിക്ക് മുൻപാകെയാണ് പരാതി ഒത്തുതീർപ്പാക്കിയത്. ഒടുവിൽ ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു. സിനിമയുമായി സഹകരിക്കുമെന്നും ഇരുവരും അറിയിച്ചു. സിനിമയുടെ IC കമ്മിറ്റിക്ക് മുൻപാകെയാണ് പരാതി ഒത്തുതീർപ്പാക്കിയത്. ICC റിപ്പോർട്ട് ഉടൻ കൈമാറും. സിനിമയ്ക്ക് പുറത്ത് പരാതിയുമായി പോകില്ലെന്ന് വിൻസി വ്യക്തമാക്കിയിരുന്നു. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് അത് സംബന്ധിച്ച വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതി പിന്നീട് പുറത്തു വരികയും ലഹരി ഉപയോഗിച്ച നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന വിവരം പുറത്ത് വരികയുമായിരുന്നു. പരാതിയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതിനെതിരെ രൂക്ഷ വിമർശനവുമായി വിൻസി അന്ന് രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാറ്റം വരേണ്ടത് സിനിമാ മേഖലയിലാണ് എന്നും നിയമപരമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ല എന്നും വിൻസി പറഞ്ഞിരുന്നു. സിനിമാ സംഘടനകളുടെ അന്വേഷണവുമായി സഹകരിക്കും. സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത്. ആ ഉറപ്പാണ് തനിക്കു വേണ്ടത് എന്നായിരുന്നു വിൻസിയുടെ നിലപാട്. തന്റെ പരാതിയിലെ കുറ്റാരോപിതന്റെ പേര് പുറത്തു വന്നതിലെ വിൻസി IC യോഗത്തിൽ പ്രകടിപ്പിച്ചു. പോലീസ് പരാതി നൽകാൻ താല്പര്യമില്ല എന്നും സിനിമയ്ക്കുള്ളിൽ തന്നെ തീർക്കാനാണ് താല്പര്യമെന്നും വിൻസി നേരത്തെ പറഞ്ഞിരുന്നു. വിൻസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും പറയാനുള്ളത് ഒറ്റയ്ക്കും ഇരുവരെ ഒന്നിച്ചിരുത്തിയും IC കേട്ടു. ICയുടെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് പറഞ്ഞാണ് വിൻസി മടങ്ങിയത്. തിങ്കളാഴ്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാളിലാണ് IC യോഗം ചേർന്നത്. വിൻസി ഒറ്റയ്ക്കാണ് യോഗത്തിന് എത്തിയത്. അതേസമയം ഷൈൻ ടോം ചാക്കോ കുടുംബത്തിനൊപ്പമാണ് എത്തിയത്. താൻ മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും തന്റെ സ്വാഭാവിക ശൈലിയാണ് ഇതെന്നും പറഞ്ഞ ഷൈൻ ആ ശൈലി ഇനി ആവർത്തിക്കില്ല എന്നും ഉറപ്പു നൽകി. തന്റെ പെരുമാറ്റം മോശമായി തോന്നിയെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും ഷൈൻ പരസ്യമായി പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകാനുള്ള തീരുമാനം ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാകും അമ്മയും ഫിലിം ചേംബറും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. കടുത്ത നിലപാടുകളിലേക്ക് പോകേണ്ട എന്നാണ് സംഘടനയുടെ തീരുമാനമെന്നാണ് നിലവിലെ വിവരം. സിനിമാ മേഖല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് എന്നതാണ് ഈ തീരുമാനത്തിൽ ന്യായമായി അവർ പറയുന്നത്. അതിനിടെ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിലെ FIR രജിസ്റ്റർ ചെയ്തതിൽ പോലീസിനുള്ളിൽ ആശയക്കുഴപ്പമൊന്നുമില്ല എന്ന് വ്യക്തമാക്കി കൊച്ചി DCP അശ്വതി ജിജി. ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഷൈൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നും ACP വ്യക്തമാക്കി. കേസ് എടുത്തതിന് പിന്നാലെ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഇടപാടുകൾ പരിശോധിച്ചു വരികയാണെന്നും ACP അറിയിച്ചു. കേസിൽ കോൾ റെക്കോർഡുകളും ബാങ്ക് ഇടപാടുകളും നിർണായകമാണ് എന്നും ACP വ്യക്തമാക്കി. ലഹരി ഇടപാടുകാരൻ സജീറിനായി അന്വേഷണം തുടരുകയാണ് എന്നും DCP അശ്വതി ജിജി അറിയിച്ചു.